നമ്മളിന്ന് വാഗമണി പോവുകയാണ്. കണ്ടോ, ഇതാണ് നമ്മൾ നിർമ്മല വാട്ടർഫോൾസിന്റെ അവിടെ നിന്ന് പോകുന്ന വ്യൂ. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എത്തി. ചോളം വാങ്ങി തരാൻ പറയടി. ചോളം വാങ്ങി തരൂ. ജസ്റ്റിസ് ഫോർ ചോളം. ഇളത്തേല നോക്കി പിക്കാൻ ഷെഫീക്ക് പറഞ്ഞിട്ടുണ്ട്. ഇളത്തേലയാണ് ഞാൻ പിക്കണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളിന്ന് എവിടെപ്പാണ്? നമ്മളിന്ന് വാഗമണി പോവുകയാണ്. സമയം എത്രയായി? 6:30. കള്ളൻ എന്നെ പറ്റിച്ച് 5 മണിക്ക് വിളിച്ചിട്ട് പറയണം 6 മണിന്ന്. ഇത്ര ഉണ്ടെന്നറിയാവോ? നമ്മള് മാത്രമല്ല, ഇവിടെ 2 പേരും കൂടി ഉണ്ട്. നമ്മളവരെ എടുക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് കണ്ട് പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മള് എവിടെ എത്തി? നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറെടുത്ത് നമ്മള് തുടങ്ങിയേ ഉള്ളൂ. തുടങ്ങി നമ്മള് പൊക്കോണ്ടിരിക്കുന്നു. ഇനി അവിടെ പോയി ഇവരെ എടുക്കണം. ഓക്കെ, ആദ്യത്തേര രണ്ടാമത്തേര ഇവിടെ എപ്പോഴേ കേറി ഇരുന്ന് കളഞ്ഞു. ഓപ്പൺ പോയി ഡിക്കി പോയിരിപ്പോ. പോയി ഡിക്കി പോയിരുന്നോ? നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. കട്ട കട്ട കേറുന്നു, കട്ട കട്ട കേറുന്നു. ഒരു കട്ടയിൽ കൂടെ എടുത്തെടുത്തു. ഓക്കെ, കാട്ടുപുതുശ്ശേരി. നമ്മള് കാട്ടുപുതുശ്ശേരി എത്തി. ഇരിക്കാണ് രാജാ. മഴയൊക്കെ ഉണ്ട്. ചെറിയ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴ പോയി. ഇപ്പൊ ദാണ്ട സൂര്യ ഉദിച്ച് നിൽക്കുകയാണ്. എടാ സൂര്യ ഓടിക്കളഞ്ഞ പുതു ഓടുണ്ട്. എന്തേ നമുക്ക് ഭയങ്കര കുഴപ്പമാണ് ഗൈസ്. നമ്മളിവിടെ ജഡായിപ്പാറ എത്തി. ഇത് ജഡായിപ്പാറയല്ലേ, ഇത് ഷെഫീഖാക്ക് പോവേണ്ട സ്ഥലമാണ്. നമ്മള് ജഡായിപ്പാറ കാണിച്ചിരാം. ഇതാണ് ജഡായിപ്പാറ. അതാണ് ജഡായിപ്പാറ. മുനാറാണ് ജഡായിപ്പാറ. നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. കഴിക്കാൻ വേണ്ടി നമ്മള് ഹോട്ടൽ ആര്യാസ്. എന്തിനു വേണം? എനിക്ക് മസാല ദോശയും വടയും. നല്ല വിശപ്പുണ്ടല്ലേ? നമ്മള് കഴിക്കാൻ കയറാണ്. ഓ, നല്ല വിശപ്പ്. എന്തിനു ഓർഡർ ചെയ്താ? എനിക്ക് മസാല ദോശ, രാജാക്ക് പ്ലെയിൻ ദോശ, ഷെഫീക്ക് ഗീ റോസ്റ്റ്, ആരോഗ്യത്തിന് മസാല ദോശ. ഇപ്പൊ വരും. സാധാ ദോശ. ഷെഫീക്കിന്റെ എന്തൊരു ഒന്നും സാധനം. നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മള് പോണേ. നമ്മള് ടാറ്റാ. അവസാനിക്കുന്നില്ല. മെൻഡോസ് തീർന്നിട്ട് തിന്നാൻ രണ്ടുപേരും അടിപൊളിന്നു. ബെഞ്ചോസിന് വേണ്ടി ഏതൊക്കെ കളറുണ്ടടി വാവേ? അവേ അടുത്ത കളർ എനിക്ക് വേണ്ടേ? പ്ലീസ്. അടുത്തത് ഓറഞ്ച് ആണടി. കിട്ടിയേ നല്ല ക്ലൈമറ്റ് ആയി. മഴ പെയ്യാൻ തുടങ്ങി. കൊള്ളാല്ലേ? സൂപ്പർ ക്ലൈമറ്റ്. പാവ ഇന്നലെ കോപ്പി അടിച്ചപ്പോ ടീച്ചറിന്റെ നല്ല കേക്ക്. പിങ്കിക്കാണ് നല്ലോണം കേക്ക് കിട്ടിയത്. ഏത് ടീച്ചറെ? പാവപ്പെട്ടായിരുന്നു. അടിപൊളി ആകാശം കിടക്കുന്നുണ്ടാ.
തണുക്കുന്നേ, നല്ല ക്ലൈമറ്റ് സെറ്റ്. ഗൈസ് ഇതുവഴിയാണ് നമ്മൾ ഏത് വഴി പോണത്? ഈരാറ്റുപേട്ട വഴി പോവുകയാണ് ഗൈസ്. നല്ല വ്യൂ ഉണ്ട്, നല്ല വ്യൂ. എല്ലായിടത്തും വ്യൂ ഉണ്ട്. ഇപ്പൊ മഴ പെയ്ത് കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതിന്റെ പ്ലാച്ചേരി മൂടെത്തി. പ്ലാച്ചേരി അല്ലേ? പ്ലാച്ചേരി മൂട്. എരുമേലി എത്താൻ 9 കിലോമീറ്റർ. ശബരിമല ബോർഡുണ്ട്, ശബരിമല ബോർഡൊക്കെ ഉണ്ട്. ഇത് കൊള്ളാല്ലേ, കാടിന്റെ ഇടയിൽ കൂടെ പോകുന്നത്. ഫുൾ കാടാണ് ഗൈസ്. നമ്മള് ഗൂഗിൾ മാപ്പിൽ കണ്ട കാടിൽ കൂടെ പോവുകയാണ്. വീണ്ടും ചതിച്ചെന്നാണ് തോന്നുന്നത്. ഭാവേ വീടെത്തണ്ടേ? ഭാവ ഉറങ്ങിയാ? റൈറ്റ് റൈറ്റ്. അയ്യാ റൈറ്റ് ഇതായിരുന്നു. രാജാ സൂക്ഷിച്ചു കണ്ട് വണ്ടി ഓടിച്ചു കൊള്ളണം. വീടൊക്കെ ഉണ്ട്, കൊഴപ്പില്ല. ആ അതാണ് കൊഴപ്പില്ല, വീടൊക്കെ ഉണ്ട്. നമ്മള് എവിടെ എത്തി? നമ്മളിപ്പോ ഈരാറ്റുപേട്ട എത്താറായി. 3.5 മണിക്കൂറായ. വെയിലൊന്നും ഇല്ല കേട്ടാ ഗൈസ്, വെയിലൊന്നും ഇല്ല. നല്ല ക്ലൈമറ്റ് ആണ്. നമ്മളെ ഊട് വഴി എവിടെ എത്തിയാ എന്തോ. എത്ര മണിക്കൂർ, എത്ര മണിയാകുമ്പോ എത്തും നമ്മള്? 11:20 നമ്മ എത്തും. 11:20 നമ്മളെത്തും. എന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോണം. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോണം. അവിടെ മാത്രം പോയാലും വേറെ സ്ഥലത്തിന്റെ പേരൊന്നും അറിയാൻ വയ്യ അല്ലേ? മൊട്ടക്കുന്നൊക്കെ നമ്മള് പോയിട്ടുണ്ട് അല്ലേ ഇടിയാവേ? തങ്ങൾപ്പാറയുണ്ട്. ഓ മൊട്ടക്കുന്നിലൊക്കെ നമ്മള് നടന്ന് പോയിട്ടുണ്ട്. ആവശ്യത്തിന് ഭയങ്കര പാടായിരുന്നു ഇറങ്ങാൻ വേണ്ടി. വയ്യായിരുന്നു, കാല് വയ്യാതായി പോയി. എല്ലാ സ്ഥലവും കവർ ചെയ്യാം. ഓക്കെ, ഇന്നെല്ലാ സ്ഥലവും ഇപ്രാവശ്യം. എക്സാം വന്നടി. എക്സാം ആലോചിക്കുമ്പോഴാണ് വിഷമം. 5-ന് സൂപ്പർ ഗൈസ്. നമ്മള് ഏത് നിർമ്മല വാട്ടർഫോൾസിന്റെ അവിടെയാണ്. കാറ്റിന്റെ ഇടയിൽ കൂടെ പോവുകയാണ്. നല്ല ജീവനിന്റെ ശബ്ദമുണ്ട്. അപ്പർക്കാടാണോ? അല്ല, താഴെ കൊക്കയാണ്. ഇത് എവിടെയാണ് ചെന്ന് അവസാനിക്കണത്? ഇനി വാട്ടർഫോൾ ഉണ്ടാകുന്നത് മാമച്ചി ഇല്ലെന്നല്ലേ പറഞ്ഞ? മാമച്ചി ഇവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലേ? എന്തോ ഉണ്ട്. ഇനി വരുന്ന വണ്ടിക്ക് എന്താണ് മുകളിൽ? എന്തോ ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മളെ നിർമ്മല വാട്ടർഫോൾസിന്റെ അവിടെ നിന്ന് പോകുന്ന വ്യൂ എന്നാണ്. നല്ല രസോടെ നേരിട്ട് കാണാനാണ്. സൂപ്പർ ഗൈസ്. നമ്മളൊരു വാട്ടർഫോൾസ് വന്നിരിക്കുകയാണ്. ഏത് വാട്ടർഫോൾസ്? മാർമല അരുവി വിനോദസഞ്ചാര കേന്ദ്രം. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാണ്. നമ്മളവിടെ നടക്കുകയാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഫ്രണ്ടിലുണ്ട്. നമ്മൾ ഇവിടെ നടക്കുകയാണ്. നമുക്ക് നടക്കാമോ? നമുക്ക് വാട്ടർഫോൾസ് കണ്ടിട്ട് നല്ല ശബ്ദം ഉണ്ടല്ലേ? നല്ല ശബ്ദം ഉണ്ട് അവിടെ. ഇതാണ് വാട്ടർഫോൾസ്. അപകട സാധ്യത ഉണ്ടെന്ന് കേട്ടാ. മാർമല അരുവിയിൽ ഇവിടെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കനത്ത വെള്ളച്ചാട്ടത്തിന് ഏത് നിമിഷവും സാധ്യതയുണ്ട്. അരുവിയുടെ പാറക്കെട്ടയിൽ ഇരിക്കാൻ. ഓക്കെ മാഡം, ഓക്കെ. വഴുക്കലാണ്, കപ്പടിക്കും. വൈബ് തന്നെയല്ലേ?
മാർമല അരുവി. ഫാത്തിമ ഇല്ല, ഗാർഡുണ്ട് നമുക്ക്. ഒരു സിനിമ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ? ഏത്? നമ്മളെ മഞ്ഞുമേൽ ബോയ്സ് അവിടുത്തെ നമ്മൾ ഇതുവഴിയാണ് പോകണത് അല്ലേ? ഇതുവഴി. ആ പോയി. നടക്കാനൊന്നും വയ്യ. എനിക്ക് കാണുമ്പോ മഞ്ഞുമേൽ ബോയ്സിലെ ഓർമ്മ. ഇതിലേ ബോർഡ് ഇതിലാണ് ഫാത്തിമ. ഇതിലേ വാ. ഒരു പ്രത്യേക വൈബല്ലേ? എന്റെ മോനെ, സീൻ. സീൻ സീൻ സീൻ. ഓ യെസ്. വീഡിയോ എടുത്തോട്ട് ഇതിലെത്ര കിട്ടോന്ന് അറിയാൻ വയ്യ, പക്ഷെ പൊളി വൈബ്. നൈസാണ്, എല്ലാരും വേണം അല്ലേ? ഏതാ പേരെന്തായിരുന്നു? മരമല വാട്ടർഫോൾ. നൈസാണ്, വേറെ വൈബാണ് സാധനം അല്ലേ? മൊത്തം നനഞ്ഞ് സൂപ്പർ സ്പോട്ടായിരുന്നു. നിഗംബരത്തിന്റെ ഗുഹേരിപ്പ് കണക്കുണ്ടാണ്. എന്തൊരു വെള്ളം മൊത്തം നനഞ്ഞ് ഭാവി ഷെഫിക്കോടുണ്ട് വരെയാണ് വെള്ളം. നമ്മള് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, പക്ഷെ അവിടെ നിക്കുമ്പോ തന്നെ മഴ പോലെ വെള്ളം അടിച്ചടിച്ചടിച്ചു വരും. കേറിയില്ലായിരുന്നെങ്കിൽ സത്യം ഭയങ്കരമായിട്ട് നഷ്ടമായി പോയേനെ. ഓക്കെ, നമുക്ക് തിരിച്ചടക്കിയ നമ്മള്. ഇനിയൊക്കെ ഇതൊക്കെ ഒന്ന് ഉണങ്ങണം. രാജാനിയൊക്കെ നോക്കിയാണ്. നമ്മളിനി വാഗമൺ എത്താൻ വേണ്ടി എത്ര കിലോമീറ്റർ ഉണ്ട്? 7 കിലോമീറ്റർ ആണുള്ളത്. കണ്ട ഗൈസ്, കണ്ടോ ഗൈസ്? ഇത് കണ്ടോ നിങ്ങൾ? എല്ലാം കാണുന്നുണ്ട്. ഇത് ആകാശമല്ലേ? ആൾക്ക് കാണാമോ? ആകാശത്തൊരമ്പിളിയാണ്. ബാക്കി അറിഞ്ഞോ?
വരത്തൻ സിനിമയിലെയാ ഇവിടെയാണ് തോല്ല അതാണല്ലോ അത് ഇവിടെ കാണുന്നില്ല ഇവിടെ എവിടെ വരത്ത സിനിമയിലത് അതോ ഇല്ല കാണുന്നതാണ് അതെന്തോന്ന് സാധനോ മഞ്ഞിറങ്ങി ഗൈസ് മഞ്ഞ് സമയം എത്ര 12:19 മഞ്ഞ് അവിടെ നനച്ചിട്ടേക്കുന്നു നമ്മൾ കഴിക്കാറിങ്ങി വന്നിരിക്കുകയാണ്. നമ്മളെ വാഗമൺ എത്തി അല്ലേ? വാഗമൺ എത്തി. ബിരിയാണി ഓർഡർ ചെയ്ത് 2 ബിരിയാണി, ഒരു ചിക്കൻ 65, പിന്നെ എന്തോന്നു ഒരു ഫ്രൈഡ് റൈസ്, പൊറോട്ടയും ബീഫ്. രണ്ടിനും ഫോണിലാണല്ലേ. രണ്ടുപേരും 2 ദിശയില്. ബാവയുടെ ഫുഡ് വന്നു. ബിരിയാണി ആണ്. രണ്ടുപേരും ബിരിയാണി തട്ടയാണ്. ഇന്നലെയും ബിരിയാണി അയച്ച്. എങ്ങനെ നിങ്ങൾക്ക് തോന്നിയിരുന്നു ബിരിയാണി അയക്കാൻ? എന്റെ ഫ്രൈഡ് റൈസ് വന്നു, ചിക്കൻ ഫ്രൈ വന്നു. എല്ലാവരും കഴിക്കുകയാണ്. ഷെഫീഖിന് പൊറോട്ട എല്ലാവരും തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് കട്ടെടുത്ത് ബിരിയാണി. സ്ഥലം നമ്മൾ പൂളൊക്കെ ഉണ്ട്, സ്വിമ്മിങ് പൂള്. എന്താണ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു? കൊള്ളാന്ന്. യെസ്, നമുക്ക് നോക്കാം. നമ്മളെ റൂം നമ്മളെ പറ്റിച്ചു. ഫോട്ടോ അയച്ചു തന്ന റൂമല്ല, നമുക്ക് ഫോട്ടോ അയച്ചു തന്ന റൂമല്ല. ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട് കാര്യം. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കണ്ടിട്ട് വരാം. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എത്തി. ഇനി സ്വിമ്മിംഗ് പൂളിൽ ചാടണം. നല്ല ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് ഇതാണ്. ക്ലൈമറ്റ് ഉച്ചയ്ക്ക് 1:30 സത്യം. ഇതാണ് വാവയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പൂള്. ഇത് രാജ ഇറങ്ങിപ്പോയി. രാജ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് തന്നെ. ഞാനിവിടെ ഇറങ്ങട്ടെ. ഞാൻ ഇവിടെ ഇരുന്നോളാം ചേച്ചി. ഇതില് ഞാൻ മുങ്ങിപ്പോവും. അയ്യോ തണുക്കുന്നേ കൊഞ്ചായി. നല്ല മഞ്ഞുണ്ട്, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട് അല്ലേ? കോട കോട ഇറങ്ങിയിട്ടുണ്ട്. രാജീവ് മുങ്ങിയിരിക്കുകയാണ്. എന്തൊരു തണുപ്പ്! ഇത് കണ്ടോ നിങ്ങൾ? നല്ല രീതിയിൽ മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ റൂം വരുന്ന. നമ്മള് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് നമ്മളെ റൂം. അവിടെ ഉണക്കാനിട്ടേക്കാണ്, തുണിയൊക്കെ ഉണക്കാനിട്ടേക്കാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് തുണിയൊക്കെ ഉണക്കാനിട്ടേക്കാണ്. അതാണ് നമ്മൾ കുളിച്ച സ്വിമ്മിംഗ് പൂള്. ഇവിടെ നേരത്തെ നല്ല മഞ്ഞായിരുന്നു, ഇപ്പം മഞ്ഞൊക്കെ പോയി. ഇപ്പം ഇവിടെ ആരുമില്ല. ഇവിടെ നല്ല സ്പോട്ടാണ് കേട്ടാ, അടിപൊളി സ്പോട്ടാണ്. ഓക്കെയാണ് ഗൈസ്. നമ്മൾ തെണ്ടാൻ ഇറങ്ങി. അങ്ങനെ നമ്മൾ തെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാരും കുളിച്ച് ഷെഫീക്ക് മാറിയും നമ്മളെല്ലാരും കുളിച്ച് റെഡിയായി നമ്മള് തെണ്ടാൻ പോവുകയാണ്. വാഗമണ്ണി കിടന്ന് ഇതിന് ചുറ്റിയാണ്. നമ്മളെവിടെയാണ് പോണത്? ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. നമ്മളെ ഉദ്ദേശം ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. പക്ഷേ തുറക്കൂ ഇല്ലെന്ന് അറിയത്തില്ല.
5:30 ക്ലോസ് ഉണ്ടായി. ആ അത് തന്നെ, തുറക്കുമെന്ന് അടയ്ക്കോ ഇല്ലെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്റെ തൊണ്ടേക്ക് പോയി ഗൈസ്. തിരക്കുണ്ട്, ആകാശമൊക്കെ സെറ്റാണ്. നേരത്തെ കുളിച്ചോണ്ടിരുന്നപ്പോ നല്ല കോട ഇറങ്ങി, നല്ല സൂപ്പർ, കാണാൻ പറ്റില്ലായിരുന്നു. ഒന്നും കാണാൻ പറ്റൂല, നല്ല രീതിയിൽ കോട ഇറങ്ങിയായിരുന്നു. അത് ഭയങ്കര വ്യൂ ആയിരുന്നു. നല്ല തണുപ്പുണ്ട്. ഇപ്പൊ എന്തൊരു ചെറിയൊരു വെയിലുണ്ട്, പിന്നെ തണുപ്പുണ്ട്. ക്ലൈമറ്റ് ഒക്കെ ഓക്കെയാണ്. നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ വാഗമൺ ഹിൽ. യെസ്, തൊണ്ടേക്ക് പോയി, അതുകൊണ്ടാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ, ആകാശമൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മള് തേയിലത്തോട്ടങ്ങൾ തിരിച്ചു വരുമ്പോ തേയില പിച്ചാണ് കേട്ടല്ലേ. ഇവിടെ മാത്രമാണ് ആകാശം ഇങ്ങനെ ഒരു കറുത്തൊരു കിടക്ക്. ആ അത് തന്നെ, നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ വീഡിയോ എപ്പോ പോസ്റ്റ് ചെയ്യുന്നു. അമ്മച്ചിമാരാണ് നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എവിടാ? അവിടെയാണ്. നമ്മളെ കാട്ടിലൂടെ പോവുകയാണ്. നല്ല രസം കാണുന്നില്ല അതിലെ കൂടെ നോക്കുമ്പോ. കാട് കാട് കാട്, എവിടെ പോയാലും കാട്. ഈ മല കീറി കുന്ന് കീറി നമ്മള് പോവുകയാണ് ഗൈസ്, ഗ്ലാസ് ബ്രിഡ്ജില് കാണാൻ. എവിടെയാണോ എന്തോ ഗൈസ്. ഷെഫീക്കും ഭാവി നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നടന്നു പോകണല്ലേ. ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അത് വേറെ എന്ത് സംഭവം? ചോളം വാങ്ങി തരാൻ പറയടി. ചോളം വാങ്ങി തരൂ, ജസ്റ്റിസ് ഫോർ ചോളം. അതുപോലെ എവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ്, പക്ഷെ ആരും കിട്ടുന്നില്ല. ഇല്ല, കേറ്റുന്നില്ല. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ്, പക്ഷെ കേറ്റുന്നില്ല. വന്നത് വെറുതെയായി. ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആണ്, കേറാൻ പറ്റില്ല. കഴിഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ആയിരുന്നു. പിന്നെ ഭയങ്കര റേറ്റുമാണ്, ഭയങ്കര തിരക്കുമാണ്. ഇത്ര പൈസക്കൊന്നും ഇല്ല, 350 രൂപയ്ക്ക് ഒരാൾക്കൊന്നും. അതുമല്ല നല്ല ക്യൂ ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയും കയറാൻ വേണ്ടിയിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മള് വേറെ എവിടെയെങ്കിലും പൈസ ഒന്നും അത്ര ഇതാകത്ത നമ്മൾ ചിലവാകാത്തൊക്കെ നൽകുന്നത്. സത്യം ഗൈസ്, ഇവിടെ ഭയങ്കര ഓവർ റേറ്റ് ആണ്. ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായി. മലയൊന്നും കാണാൻ വയ്യ, നല്ല മഞ്ഞിറങ്ങി. ഊണ് കണ്ടാ മഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയൊക്കെ മലയാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ടല്ലേ. കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വഴിയിൽ കൂടെയാണ് പോണത്. എനിക്ക് എത്ര കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ, വഴിയിൽ ഫുള്ള് മഞ്ഞാണ്. എന്താ അവിടെ ഒരു വണ്ടിയുടെ ലൈറ്റ് കത്തുന്നുണ്ട, ആ ഒരു വണ്ടി പോലും കാണാൻ പറ്റുന്നില്ല, ഇത്ര മഞ്ഞാണ്. നമ്മൾ തങ്ങൾപ്പാറയിലോട്ട് പോവുകയാണ്. തങ്ങൾപ്പാറയിലോട്ട് പോവുകയാണ്. എവിടെയാണ് തങ്ങൾപ്പാറ? കുറെ ദൂരം പോണോ? 1 കിലോമീറ്റർ കഴിഞ്ഞാല് തങ്ങൾപ്പാറ. തേയില, എനിക്ക് തേയില പിച്ചണം പ്ലീസ്. ഇവിടെ നിർത്ത്. ആ കുഴപ്പമില്ല, മതി, എനിക്ക് ആ തേയില ആയാലും മതി, ഞാൻ പിച്ചട്ടെ. അല്ല, നിർത്തി തരാന്ന് പറഞ്ഞത്. ലോക്കൽ തേയില വടി കിട്ടത്തില്ല. ഓക്കെ. തേയില പിച്ചയാണ്.
ഒരു 2 തേയില. കിളുത്തേല നോക്കി പിക്കാൻ ഷെഫീക്ക് പറഞ്ഞിട്ടുണ്ട്. കിളുത്തേലയാണ് ഞാൻ പിക്കണം. തങ്ങൾപ്പാറ പള്ളി 4:30 മുതൽ 5 മണി വരെ വിട്ടോ. നമ്മൾ എവിടെ വന്നാലും ലേറ്റ് ആണല്ലോ ഗൈസ്. എല്ലാം അടച്ചു പൂട്ടി അടച്ചു. തിരിച്ചു പോവാം, നമുക്ക് എവിടെയെല്ലാം പോയി ഇരുന്നിട്ട് പോവാം. ഇത് ഓറഞ്ച് വാലി. ഓടമഞ്ഞ് ഇറങ്ങി. ഹൈ 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 ഹൈ. തണുപ്പുണ്ടാടി, തണുപ്പുണ്ടാ. കുറുക്ക വരണ നിനക്ക് എടുക്കാതെ. തണുപ്പുണ്ടാടി. നമുക്ക് വ്യൂസ് കാണിക്കാം. വേറെ ലെവലാണ്, എല്ലാം വേറെ പുത്തൻ കയറ്റം. അവിടെ സ്വിമ്മിംഗ് പൂള് പണിയുന്നു. ഇല്ല വഴിയാണ് നമ്മൾ വന്നത്. ആ കാണുന്ന ആ ഒരു കയറ്റം കയറിയാണ് നമ്മൾ വന്നത്. അങ്ങ് താഴെ പോണോ ഇനി? അടിപൊളി റിസോർട്ട്. ഓറഞ്ച് വാലിന്ന് ഇറങ്ങിയാണ്. ചെക്കൗട്ട് ചെയ്ത് നമ്മള് പോവുകയാണ്. റേറ്റ് ചോദിച്ചപ്പോ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ചില്ലെക്സ് മതി നമുക്ക്. നമ്മള് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഓ സത്യം, ഒരു ട്രാവലർ ഫസ്റ്റ് കേറിട്ട് കേറി ഞാൻ എടുത്തു, പക്ഷെ ഒറ്റയിലാണ് എടുത്തത്. നമ്മൾ പോവുകയാണ്. അവിടെ വീടുകളൊക്കെ നോക്കിയേ, ഒരു പൊട്ടുപോലല്ലേ. സിമ്പിളായിട്ട് പോയിട്ട് ജീപ്പുകൾ കിടക്കണം നോക്കിയല്ലേ. നമ്മൾ AFCയിൽ വന്നു. എന്തരാണ് അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ ബർഗർ കഴിക്കാൻ വന്നെയാണ്. നോക്കാം എന്തരാണ്. അപ്പൊ ഞാൻ ചല്ലയിലൊരു സെൽഫിഷാണ്. എനിക്ക് തരുന്നില്ല, ഒറ്റയ്ക്ക് തിന്നുന്നു. അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ. രവിക്ക് കണ്ട സ്നേഹമുള്ള ഭർത്താവ്. ഇതെങ്കിലും തരുവോ? ഇതെങ്കിലും തിന്നാൻ കഴിച്ചു തരുവോ? സ്നേഹമുണ്ട്. കൊണ്ടുപോയി 2 സാധനം വന്നു. പിന്നെ നിന്ന് എനിക്കൊക്കെ പ്ലേറ്റ് കിട്ടിയില്ല. ബർഗറിന്റെ പീസ് ഫ്രൈഡ് ചിക്കൻ. അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ ചതിച്ചില്ല ഗൈസ്. ഇന്ന് ഷെഫീഖിന്റെ ശേഷം തെറ്റിയില്ല. കൊള്ളാം. അതെയാ അല്ലേടി വാവേ? ഓക്കെ ഗൈസ്, നമ്മൾ റൂം എത്തി. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.